ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ഹോം. നമ്മുടെ കുടുംബങ്ങളുടെ അടിത്തറ പാകാനുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിനംപ്രതി കർത്താവിൻ്റെ രക്തത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആഴിയിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ ദ ഡീപ്പ് കോൾസ് ദ ഡീപ്പ്, നമ്മൾ ആഴത്തിലോട്ട് ഇറങ്ങിയാണ്. ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ഒരുത്തനും ഒരു ഭവനം പണിയാനൊക്കത്തില്ല. യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അപ്പോൾ നമ്മൾ എത്ര അധ്വാനിക്കുന്നതും ഫൗണ്ടേഷൻ, അതിൻ്റെ ബേസ് ശരിയല്ല എങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പം വീട് പണിയുക എന്ന് പറയുമ്പം നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ നോക്കും, കാണുന്ന വീടിനെ കുറിച്ചാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വർഗത്തിൽ വീട് പണിയാനുള്ള നമുക്ക് അവകാശമുണ്ട്. നമുക്കത് പലതരത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പണിയാൻ നോക്കും. യോഹന്നാൻ്റെ 14:1 പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അർത്ഥം വ്യക്തമായിട്ട് നമ്മളോട് പറയാണ്, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 14:1. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ കലങ്ങുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറുക. കാരണം ഇത് ആത്മീക ഗോളമാണ്. ഈ ജഡീക ഗോളത്തിൽ പുറമേയുള്ള കണ്ണുകൊണ്ട് കണ്ട് അകത്തെ കണ്ണ് തുറക്കാതിരിക്കുന്നവർക്ക് ഇത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ആത്മീയ കണ്ണ് തുറന്നിട്ടുള്ളവർ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ ഒന്നിച്ച് വിളിച്ചു കൂട്ടി അവർ തോറ എടുത്ത് വായിച്ചു കൊണ്ടേയിരിക്കും. കാരണം അവരെ ഓർപ്പിക്കാൻ വേണ്ടി. നമ്മൾ ചർച്ചുകളിൽ അത് ചെയ്യാറുണ്ട്, സഭകളിൽ അത് ചെയ്യാറുണ്ട്. എന്നാൽ ദിനംപ്രതി വീട്ടിൽ ഇരുന്ന് വചനം വായിച്ചില്ല. ഇന്നത്തെ കാലത്ത് എത്രയോ ദുഷ്ടാത്മാക്കൾ ഓടി നടന്ന് മനുഷ്യൻ സത്യത്തിൽ നിന്ന് ദൂരെ മാറി ജീവിക്കുന്ന ഒരു കാലത്ത് ദിനംപ്രതി പഠിച്ചില്ല എങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോകും. കുഞ്ഞുങ്ങളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മുൻതലമുറകളുടെ ശക്തി അനുസരിച്ച് മാത്രമേ വരാൻ പോകുന്ന തലമുറയുടെ മേലെ ഐശ്വര്യം വരത്തുള്ളൂ. അവർ നമ്മുടെ പ്രായമാകുമ്പോഴത്തേക്ക് ആയിക്കോളും. പക്ഷേ അതുവരെ നമ്മളവരെ കൊണ്ടു നടക്കാൻ ബലപ്പെടുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത്. ഭർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്ന് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെ പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഇത്ര വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു. ഈ യോഹന്നാൻ്റെ 14:6 പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ഇരിക്കുമ്പം സ്വർഗത്തിൽ ദൈവം വീട് പണിയുന്നെന്നുള്ളതാണ് 14 പറയുന്നത്. പക്ഷെ സ്വർഗത്തിലൊരു വീട് പണിയണമെങ്കിൽ വി ഹാവ് ടു ബി അലേർട്ട്. നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് വീട് പണിയാൻ സാധിക്കും. ഒന്ന്, നല്ല പ്രഷ്യസ് ആയിട്ടുള്ള സ്വർണം കൊണ്ട്, വെള്ളി കൊണ്ട്, പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ട്, വില പിടിച്ചതായിട്ട് കല്ലുകൾ കൊണ്ട്, നല്ല തടി കൊണ്ട്, വൈക്കോലും കൊണ്ട്, അതുപോലെ തന്നെ പിന്നെ പുല്ലുകൊണ്ട്, ഇതുകൊണ്ടൊക്കെ പണിയാൻ സാധിക്കും. ഏതുകൊണ്ടാണ് നമ്മൾ പണിയുന്നതെന്ന് അവനവനെ അറിയത്തുള്ളൂ. നമ്മൾ പണിയേണ്ടിയവരാണ്. സ്വർഗത്തിൽ വീട് പണിയാതിരുന്നാൽ വീട് പണിത് തീരുമ്പോഴാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഒത്തിരി പ്രായമുള്ളവരുടെ വീടുകളിലൊക്കെ ഞാൻ ചിലപ്പം ഒത്തിരിയും അനങ്ങാൻ വയ്യാതെ കിടക്കുന്നവരുടെ വീടുകളിൽ ഞാൻ ചെല്ലും. അപ്പോഴെല്ലാം ഞാൻ കുറേ നാൾ കിടക്കുമ്പോൾ ഞാൻ അവരോട് പറയും, എന്താ ഇവരുടെ ആത്മാവ് ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നത്? നിങ്ങൾ ആ മുറിക്ക് അത് കുറച്ച് ക്രിസ്ത്യൻ പാട്ടിട്ട് കൊടുക്കുക, അവരത് കേൾക്കട്ടെ. അവരുടെ ആത്മാവ് ഇവിടെ തളം കെട്ടി നിൽക്കാതെ അവർ മുകളിലോട്ട് പോകട്ടെ. ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ദുരാത്മാവ് ഇവിടെ പിടിച്ചു നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ ജോലി തീർന്നു കഴിഞ്ഞു എന്ന് ബോധം വന്നാൽ സ്വർഗത്തിൽ പോകാനുള്ളൊരു സന്തോഷം നമ്മൾ ജീവിക്കുന്ന കാലത്തുണ്ടാക്കണം. അതല്ല എൻ്റെ വീട് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നല്ല പ്രഷ്യസ് സ്റ്റോൺ കൊണ്ടും ആ വീട് പണിയും നല്ല മരം കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ഉണ്ടാക്കി തീരാറാകുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരിക്കും അങ്ങോട്ട് തിരിച്ചു പോകാൻ. അതല്ല വൈക്കോലും പുല്ലും കൊണ്ട് ആ വീടുണ്ടാക്കുന്നെങ്കിൽ ആദ്യത്തെ തീക്കകത്തൂടെ കയറുമ്പോഴേ അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വി ഹാവ് ടു ബി അവെയർ ഓഫ് ദീസ് തിങ്സ്. ഈ സത്യങ്ങൾ അറിയാതെ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. ഹെബ്രായ ലേഖനത്തിനകത്ത് ഒരു വാക്യമുണ്ട്, 10-ാം അധ്യായത്തിൽ. ഹെബ്രായ ലേഖനം 10-ന്റെ ഏകദേശം 14-ാം വാക്യം വളരെ എന്നെ നന്നായിട്ട് ടച്ച് ചെയ്തൊരു വാക്യമാണ്. 10-12. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്നു. ഉണ്ടോ? യേശു എവിടെ ഇരിക്കുന്നത്? പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. ക്രൂശിന്മേൽ ഒറ്റ യാഗമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് 2 പ്രാവശ്യം മോശ പാറയിൽ അടിച്ചപ്പം ദൈവം കോപിച്ചത്. 2 പ്രാവശ്യം ദൈവത്തെ ക്രൂശിക്കണ്ട.
ക്രിമിനൽ ലോ അനുസരിച്ചും ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ 2 പ്രാവശ്യം ആളെ തൂക്കിക്കൊല്ലാൻ അനുവദിക്കത്തില്ല. ആദ്യ പ്രാവശ്യം തൂക്കിക്കൊന്നപ്പം കയറ് താണു പോയെങ്കിൽ വിട്ടുപോയെങ്കിൽ അയാളെ പിന്നെ കൊല്ലാനൊക്കത്തില്ല. ദാറ്റ് ഈസ് ദ ലോ. അങ്ങനെയെങ്കിൽ ദൈവം തമ്പുരാൻ പറയുന്നത് എൻ്റെ പുത്രൻ 2 പ്രാവശ്യം നിങ്ങൾ ക്രൂശിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവനെ വേദനിപ്പിക്കാൻ വെക്കും, കാരണം വി ആർ നോട്ട് ഫോളോയിങ് ഹിം. പക്ഷെ കർത്താവ് പറയുന്നത് നമുക്ക് വേണ്ടി അവൻ പാപപരിഹാരം ചെയ്തു കഴിഞ്ഞു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി, എബ്രായ ലേഖനം 10:12, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കളെ തൻ്റെ പാദപീഠം ആക്കുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. പാസ്റ്റൻസാണ്. ഒറ്റയാഗം കൊണ്ട് നമ്മൾക്ക് വേണ്ടി വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മളെ, നമ്മുടെ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, തലമുറകളിലേക്ക് നമ്മൾ കണ്ണു പോവുകയാണ്. നമുക്ക് തലമുറകളെക്കുറിച്ച് ചിന്തിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് ഈ ഒരൊറ്റ യാഗത്താൽ നമ്മളെ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സദ്ഗുണപൂർത്തി മീൻസ് യു ഹാവ് ബീൻ മെയ്ഡ് പെർഫെക്റ്റ്. ലോകത്തിലൊന്നും പെർഫെക്റ്റ് ഇല്ല. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞ പൂർണ്ണതയായി. ആ പൂർണ്ണത ക്രിസ്തുവിൻ്റെ യാഗത്താൽ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പിന്നെ എന്തിനീ കാട്ടിക്കൂട്ടുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ. ചിലർ രാവിലെ തൊട്ട് രാത്രി കിടന്ന് ബന്ധപ്പെടലാണ്. ഞാൻ കാണുന്നു, എന്നിട്ട് അവർ പറയും ഞാൻ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എവിടെ ദൈവത്തിന് മഹത്വം? എവിടെ ഈ പുജബലം, സ്വയബലം ഒക്കെ ദൈവത്തിന് വിപരീതം. എന്നാൽ ക്രിസ്തുവിലായി കഴിഞ്ഞവർ അവൻ്റെ ബലം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് വേറെ. ഒറിജിൻ, സോഴ്സ് ഓഫ് ഒറിജിൻ എവിടെയാണെന്ന് നമ്മൾ നോക്കുകയാണ്. സദ്ഗുണപൂർത്തി എന്ന് പറയുമ്പം പെർഫെക്ഷൻ ക്രിസ്തുവിൻ്റെ യാഗത്താൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എങ്കിൽ അതിൽ ഉറച്ച് നിന്നുകൊണ്ട് പിന്നെ അന്നുള്ള ദിവസം ഈ TL മോഡിയൊക്കെ പറയുന്ന പോലെ ഹിയർ ഐ ആം ലോഡ്, രാവിലെ വന്ന് ഞാൻ നിൽക്കുക, ഐ എം സല്യൂട്ട്, ഇന്നെന്താണ് ചെയ്യേണ്ടത് പറയുക. അങ്ങനെ പറഞ്ഞിട്ട് കേട്ടിട്ട് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. ആ ദൈവശക്തി നമ്മളിലേക്ക് ഇപ്പോൾ നിറയുകയാണ്. കർത്താവിന് ആഗ്രഹമുണ്ട് എവറി സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് ആൻഡ് ഡിസ്പെയർ ബി റിമൂവ്ഡ്. അതായത് നമ്മളെ താഴോട്ട് വലിച്ചു വെക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും കർത്താവ് പറഞ്ഞ് ഞാൻ വെട്ടിമാറ്റുകയാണ്. അത് ദൈവം ഈ യെശയ്യാവിനകത്തൊക്കെ പറയുന്നുണ്ട്. ഇരുമ്പോടാമ്പളെ കണ്ടിച്ച് താമ്രവാതിലെ ഒടച്ചു മാറ്റി ഞാൻ വടക്കിനോട് തടുത്തു വെക്കല് തെക്കിനോട് കൊട്ടുക്ക എന്ന് പറയുന്ന ശബ്ദം അയക്കുകയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ വചനം നമ്മൾ അനൗൺസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊനൗൺസ് ചെയ്യുക, അല്ലെങ്കിൽ എഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുക, ഇതൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഐ ഡിക്രീ, അതായത് നമ്മൾ പറയുന്നത് കോടതി പറയുന്ന പോലെയാണ്. അത് യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധ രക്തം ക്രിയ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്തേ ഒക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഭവനങ്ങളിൽ ഇത് കേൾക്കുന്നവർ റിസീവ് ചെയ്താൽ മാത്രം മതി. നമ്മൾ കോടതിയിൽ, ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 സിപ്പായിയും കൂടെ അവർ കൂട്ടുവിടും ആ എക്സിക്യൂഷൻ വേണ്ടി, അത് ഓർഡർ കൊണ്ടുവരാൻ. മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്ന ഒരു കോടതി ലോകത്തിലുണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ നിന്ന് ഒരു ഓർഡർ വാങ്ങിച്ചാൽ അത് എത്രയോ ദൂതന്മാർ നിർത്തിക്കൊണ്ട് അത് ചെയ്തു തരത്തില്ലേ? ദൈവത്തിൻ്റെ സമൂഹ ദൂതൻ കൂടെ വരത്തില്ലേ? പ്രധാന ദൂതൻ കടന്നു വരത്തില്ലേ? ഇതെല്ലാം നമ്മുടെ ഈ കണ്ട് കാണാൻ വയ്യാത്തതുകൊണ്ട് ഇതൊന്നും ഇല്ലെന്ന് പറയുന്നതാണോ? ഇതെല്ലാം ക്ലിയറായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ രക്ഷിക്കപ്പെട്ട ജനതയുടെ പിന്നെ സേവകാത്മാക്കളല്ലയോ? ദേ ആർ ദ സെർവൻസ്. നമുക്ക് ഉന്നത പദവിയാണ്. സങ്കീർത്തനം 8 പറയുന്നത് ദൈവം നമ്മളെ മനുഷ്യനെക്കാട്ട് അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും നമ്മളെ അണിയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ശക്തി പറയുവാൻ തക്കവണ്ണം എല്ലാവരുടെ മേലും ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. അപ്പോൾ ഡിവൈൻ റിസ്റ്റോറേഷൻ ഇൻ എവറി ഏരിയ. ഐ പ്രൊനൗൺസ് ഡിവൈൻ റിസ്റ്റോറേഷൻ. ആത്മീകമായിട്ട് എല്ലാം നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളും തിരിച്ചു വരട്ടെ. കുടുംബങ്ങളിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ അവരെ അകറ്റി നിർത്തി ദുരാത്മാക്കൾ കയറി വേണ്ടാത്ത ചിന്തയിട്ടിട്ട് കള്ളം പറഞ്ഞ് അകറ്റി നിർത്തുന്ന ദുഷ്ടൻ്റെ തന്ത്രങ്ങൾ കഴിഞ്ഞു പോട്ടെ. രോഗമാണെന്നും പറഞ്ഞ് കിടന്നിട്ട് എന്നും മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഈ ക്രിസ്തുവിൻ്റെ വചനത്തിനകത്ത് സൗഖ്യമുണ്ട് എന്ന് അപ്പച്ചൻ്റെ അട്ടിപ്പണ്ണരുകളാൽ സൗഖ്യം ലഭിക്കുന്ന വചനം വന്നിട്ട് നമ്മുടെ മേൽ കൊള്ളട്ടെ. ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുമാനത്തിനകത്ത് പിശാച് കളിക്കുന്ന അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. വസ്തുക്കൾ, വാഹനങ്ങൾ, മൃഗങ്ങൾ ദൈവത്തിൻ്റെതെന്ന് പറയുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഇതെല്ലാം നമുക്കുള്ള അവകാശങ്ങളാണ്.
പക്ഷെ ഒരു അവകാശം എടുക്കുന്നതിന് ഒരു യുദ്ധമുണ്ട്. അതൊക്കെ നമുക്ക് ഈ തീഷ്ണതയുള്ള ഇപ്പം ഞാൻ തന്നെ ഞങ്ങളുടെ ചർച്ചിലും അതുപോലെ നമ്മുടെ പ്രേയർ ഗ്രൂപ്പിലും ഒക്കെ 10-20-25 പേരുണ്ടെങ്കിലും എനിക്കറിയാം ആരുടെ ഹൃദയത്തിനാണ് നല്ല തീഷ്ണതയുള്ളതെന്ന്. അല്ലാത്തവർ വരത്തില്ല, സാധാരണ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വരാനൊക്കത്തില്ല. പക്ഷെ തീഷ്ണതയുള്ളവരത് വാങ്ങിച്ചെടുക്കുന്ന അവരുടെ കഴിവ് കൊണ്ടല്ല, ബിക്കോസ് ദേ സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് ദ ലിവിങ് വേർഡ്. പിന്നെ അവർക്ക് തന്നെ ചെയ്യാൻ വേണമെങ്കിൽ പ്രാർത്ഥനാ കൃപയുള്ളവരോട് ചോദിച്ച് അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും, അങ്ങനെ നേടാൻ സാധിക്കും. അപ്പം ഇതൊന്നും വാതിൽ തുറക്കാത്ത ദൈവമല്ല. ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ലെറ്റ് ദ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പേർജ് എവറി ഇംപ്യൂരിറ്റി ഫ്രം അവർ ഹൗസ് ഹോൾഡ്. അതായത് നമ്മുടെ വീടിനൊരു ഫൗണ്ടേഷൻ ഇടുകയാണ്. നമ്മൾ പറയുകയാണ് വീടിന് ഫൗണ്ടേഷൻ ക്രിസ്തുവിൻ്റെ രക്തത്താൽ, ദൈവവചനത്താൽ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ എൻ്റെ തലമുറകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുക. സിയോന് ചുറ്റും, യെരുശലേമിന് ചുറ്റും സിയോൻ പർവ്വതത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഭവനത്തിന് ചുറ്റും ദൈവത്തിൻ്റെ പർവ്വതം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവദൂതന്മാർ കയറി ഇറങ്ങുന്നതാണിത്. ഇതിനകത്തൊരു ദുഷ്ടാത്മാ കയറത്തില്ല. ദൈവഹിതത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ കുഞ്ഞുങ്ങളെ തൊടുകയില്ല, കാണുകയില്ല. പറയാൻ ധൈര്യമുണ്ട്, പറയണം. നമ്മുടെ വായിൽ നിന്നാണ് ജീവനും മരണവും ശാപവും അനുഗ്രഹവും വരുന്നത്. ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുക. ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മുടെ നാവുകൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പറയാനും അത് കുടുംബത്തിലേക്ക് പ്രാപിച്ചെടുക്കാനും അനുഗ്രഹമാക്കി തീർക്കാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനങ്ങളുടെ ഫൗണ്ടേഷൻ എവിടെയെല്ലാം ക്രാക്ക് ഉണ്ട് കർത്താവേ, എവിടെയെല്ലാം ഭവനം പണിയുന്നത് തീരാതെ കിടക്കുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തി കയറി വരട്ടെ അപ്പച്ച. പണത്തിൻ്റെ ബന്ധനമാണെങ്കിൽ അത് അഴിഞ്ഞു കൊടുക്കുക അപ്പച്ച. ഓരോ ആവശ്യങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധ രക്തവും പിടിച്ചുകൊണ്ട് ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞങ്ങൾക്ക് തരണം കർത്താവ്. മനുഷ്യരോടല്ലോ ഞങ്ങൾ ചോദിക്കുന്നത്, നിന്നോട്, ഭൂമിയിലുള്ള സകലത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പച്ചൻ അത് തരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നു. കൃപയാൽ അവരെ പൊതിഞ്ഞേ ഒക്കത്തുള്ളൂ അപ്പച്ച. ആത്മശക്തി കൊണ്ട് അവരെ നിറച്ചേ ഒക്കത്തുള്ളൂ. പഠിക്കാനുള്ള ബുദ്ധിയും ഞാനും ഇട്ടു കൊടുക്കണം. യെശയ്യാ 11:2 അവരുടെ മേൽ വ്യാപരിച്ചേക്കുന്നു. യഹോവയുടെ ആത്മാവ് ചെന്ന് അവരുടെ മേൽ ആവസിക്കട്ടെ അപ്പച്ച. ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും ഇട്ടു കൊടുക്കപ്പച്ച. ഞങ്ങളുടെ സ്ത്രീകൾ കർത്താവെ സൗമ്യതയും സാവകാശമുള്ള ആത്മാവ് ഇട്ടിട്ട് കർത്താവിൻ്റെ ആത്മാവിൽ തീഷ്ണതയോടെ കാര്യങ്ങൾ വാങ്ങിച്ചെടുക്കാനുള്ള കൃപയിടുന്നു. പുരുഷന്മാർ കർത്താവ് വീടിൻ്റെ പുരുഷത്വം എടുത്തുകൊണ്ട് വീട് ഭരിക്കുവാൻ തക്കമുള്ള കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി മാറട്ടെ. കർത്താവിൻ്റെ വചനം ജീവനും ആത്മാവുമാണെന്ന് പഠിപ്പിച്ചിരിക്കുന്നതിന് സ്തോത്രം. അങ്ങനെ വചനം ചെല്ലുന്നിടത്തെല്ലാം ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അപ്പച്ച. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന് വീടിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പിച്ചു തന്നിരിക്കുന്ന ക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തരുന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.